ഇപ്പോൾ നമ്മൾ ഒരു പുതിയൊരു സീരീസ് കൊണ്ട് തുടങ്ങിയാണ്. സംഭവം ജുറാസിക് വേൾഡ് ആണ്. സോ നമ്മൾ ഈ കാണുന്ന സാധനം ഉണ്ടാക്കിയ വീഡിയോ എന്തൊരു ലാഗടി. ഈ കാണുന്ന സംഭവം ഉണ്ടാക്കിയ വീഡിയോ പറ്റിയില്ല, മറന്നുപോയി. സോ അപ്പോൾ എന്തായാലും ജസ്റ്റ് പുതിയൊരു ഡൈനോസർ ഉണ്ടാക്കണമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. നമ്മളിതിപ്പോൾ ഞാൻ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതിൽ കണ്ടത് ഡിലോഫസോറസിൻ്റെ ലൈവ്ലിഹുഡ് എന്ന് പറയുമ്പോൾ ഒരു ഡെൻസ് ഫോറസ്റ്റ് ആണ്. അതായത് നിയർ ഒരു റിവർ ബാങ്കും പിന്നെ ഒരു സാൻഡി ഏരിയ. അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് സാൻഡൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്, ഒരു സാൻഡി സ്റ്റോം അവിടെയൊക്കെ ആയിട്ട് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പ്രൂസൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ. സോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം, നമുക്ക് ഇനി കുറച്ചും കൂടെ മൗട്ട് പാക്ക് ആഡ് ചെയ്യണം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആഡ് ചെയ്യാം. ഇന്ന് നമുക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഈ കേവൊക്കെ ഉണ്ട്. കേവിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, ബട്ട് ഇങ്ങനെ ഒന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യും. സോ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയണത്, ഞാൻ ഏകദേശം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയൊരു സ്ക്വയർ കെട്ടിയെടുക്കും. സ്ക്വയർ കെട്ടിയെടുത്തിട്ട് ഇത് ഫുള്ള് പ്ലെയിൻ ആക്കും. ഞാനത് ഫുള്ള് പ്ലെയിൻ ആക്കും. പ്ലെയിൻ ആക്കിയിട്ട് എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു വിലോസിറാപ്റ്ററിൻ്റെ ഒരു സെറ്റ് ചെയ്യാനാണ്. വിലോസിറാപ്റ്റർ സോറി, നമ്മുടെ പണ്ടത്തെ പേര് ഓർമ്മയില്ല, ട്രൈസെറാടോപ്സ്. സോ നമുക്ക് എന്തായാലും ആദ്യം കുറച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷവലെടുക്കാം. ഷവലെടുത്ത് നമുക്കൊരു സ്ക്വയർ ബ്ലോക്ക് വരെ നമുക്ക് ഫുള്ള് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. സോ അതുപോലെ ലൈക്ക് ചെയ്തവരും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നലെ നമ്മളിട്ട വീഡിയോക്ക് ഇന്നലെ എനിക്ക് മെഞ്ഞാൻ നടന്നു, എനിക്കറിയത്തില്ല, അത് നല്ലൊരു സപ്പോർട്ടുണ്ട്. അതുപോലെ ഇനിയുള്ള വീഡിയോസിന് അത്രയും നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോ പ്ലീസ്, തൊണ്ട ഇതുവരെയും ശരിയായിട്ടില്ല, അതുകൊണ്ട് ശബ്ദത്തിന് നല്ല വ്യത്യാസമുണ്ട്. എനിക്കറിയത്തില്ല ഇനി ഇതൊന്ന് കണ്ട ഒട്ടും വയ്യ. പനിയായിട്ടില്ല, പക്ഷെ ഈ ചുമയും തൊണ്ട സൗണ്ടും അയ്യോ എത്ര മതി. സോ എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പോൾ 41 സബ്സ്ക്രൈബേഴ്സായി. അതായത് നമുക്ക് വെറും 9 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി 50 സബ്സ്ക്രൈബേഴ്സ് ആവാൻ. സോ എൻഡ് ഓഫ് ദിസ് മന്ത് നമുക്ക് 50 സബ്സ്ക്രൈബർ ആവണം. സോ നമ്മളെന്തായാലും മാർക്ക് ഇടണം. നമുക്കൊന്ന് ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോടാ, കാരണേ സാധനങ്ങൾ ചെറുതല്ല. ട്രൈക്കാണ് നമ്മൾ വയ്ക്കണം, അതുകൊണ്ട് സാധനം ഒട്ടും ചെറുതല്ല. ഓക്കെ, നമുക്കൊരു ഇവിടെ നിന്ന് 2 ബ്ലോക്ക് എന്നിട്ട് ഓക്കെ, നമുക്കെന്നത് പൊളിച്ചിട്ടാണ്. ഓക്കെ ബൈ ഗൈസ്. നമ്മൾ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി, വേറെ ഒന്നുമല്ല, നമ്മളിവിടെ ട്രൈക്കിന് വരാം ടീറെക്സിനെ സെറ്റ് ചെയ്യും. നമ്മൾ കുറച്ചും കൂടെ ലാൻഡ് കവർ ചെയ്യും, കുറച്ചും കൂടെ ലാൻഡ് എടുക്കും. പിന്നെ എനിക്കൊരു തീം കിട്ടി. സംഭവം ഇവിടെ ഒരു മരം ഇവിടെ കാണും, ഒരെണ്ണം ഇവിടെ കാണും, ഒരെണ്ണം ഞാൻ മാർക്ക് വെച്ചേക്കാം. 3 മരം നമ്മൾ ടോളേ, 1 2 3 3 നമ്മൾ ഈ ഒരു സൈഡിലൊരു മല കാണും. അതായത് നമ്മുടെ ടീറെക്സിനായിട്ട് വോൾക്കാനോ ഇറപ്ഷൻ അടങ്ങാൻ മരം ഉണ്ടല്ലോ, അത് കാണും. സോ നമുക്ക് എന്തായാലും വോൾക്കാനോ ഇറപ്ഷൻ്റെ കുറച്ച് സംഭവങ്ങൾ നോക്കാം. ഓക്കെ, നമുക്കത് ആദ്യം കുറച്ചും കൂടെ ലെവൽ ചെയ്യണ്ട, അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറച്ച് പ്ലെയിനിങ് ചെയ്തിട്ടുണ്ട്, അതായത് കുറച്ചും കൂടെ ലെവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്നർ പാർട്ട് പറഞ്ഞാൽ സ്റ്റോൺ ആയിരിക്കും, ഔട്ടർ പാർട്ട് നമ്മൾ ഗ്രാസ് വഴി വയ്ക്കാൻ പോകണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വലിയ സ്പേസ് എടുക്കുന്നില്ല, ജസ്റ്റ് ഇതാ ബ്ലോക്ക് ഇങ്ങനെ രണ്ടെണ്ണമൊക്കെ ഔട്ട് സൈഡ്, ഒരു 3 ഔട്ട് സൈഡ് ഇങ്ങനെ ഇൻസൈഡൊക്കെ വെച്ച് നമ്മളങ്ങ് സെറ്റ് ചെയ്ത് പോകണം. ഓക്കെ, സോ നമുക്ക് കുറച്ച് കാണിക്കാം ഞാൻ. ഓക്കെ, നമ്മളിങ്ങനെ വെച്ച് എന്നിട്ട് അതിൻ്റെ മണ്ടേ കൂടെ നമ്മൾ ഗ്രാസ് സെറ്റ് ചെയ്യും, അത് വേറെ. ഓക്കെ, നമ്മളിവിടെയൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നു. സോ നമുക്കിത് കുറച്ച് ബിൽഡ് ചെയ്തിട്ട് കാണാം. ഓക്കെ, സോ നമ്മുടെ ഔട്ടർ മോസ്റ്റ് കവർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇവിടെയൊക്കെ ലാവൻ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നർ കവറിങ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ വച്ചതിൻ്റെ മണ്ടേ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് ഇട്ട് കൊടുത്താൽ മതി.
വലിയ രീതിയിൽ ഞാൻ എഫോർട്ട് കൊടുത്തിട്ടില്ല. അതായത് ഇതൊക്കെ സിമ്പിൾ. അതായത് ഞാൻ വലിയ രീതി എഫോർട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ബേസിക് ഐഡിയ വെച്ചാണ് ചെയ്തത്. ഇത് ആർക്കാണോ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഞാൻ വലിയ എഫോർട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ ജസ്റ്റ് കറക്റ്റ് ഒന്ന് ചെയ്യണം. അത് ചെയ്യുക. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇതൊന്ന് വയ്ക്കട്ടെ കുറച്ചും കൂടെ. ഓക്കെ അപ്പോൾ നമ്മുടെ ഗ്രാസും കൂടെ ഔട്ടർ ലെയറായ ഗ്രാസും വെച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. സോ ഇത്ര നമ്മൾ ചെയ്ത. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ ട്രീ പ്ലാന്റേഷനാണ്. അതുപോലെ ഞാൻ വിചാരിക്കണേ നമുക്ക് ലാവ സംഭവം വേണ്ട. അത് വേണ്ട. ഒരു മൗണ്ടൻ, സാധാ ഒരു മൗണ്ടൻ മതി. ഇതാണ് നല്ലത്. നമുക്ക് കുറച്ച് ട്രീ പ്ലാന്റേഷൻ ചെയ്തിട്ട് കാണാം. ഓക്കെ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം. ഇനി നമുക്കിവിടെ മതിലൊക്കെ ഒന്ന് വെച്ച് പോകണം. നമ്മൾ ഏകദേശം ഇവിടം വരെ, ഏകദേശം നമ്മൾ ഈ ഒരു കുഴിയിൽ ഇവിടം വരെ ചെയ്യണം. മതിലിൻ്റെ ഔട്ടർ ലെയർ സെറ്റ് ചെയ്തിട്ട് കാണിക്കുക. നമ്മളതുപോലെ ഗ്ലാസ് ഒന്നും വയ്ക്കില്ല. ഇത് ആരും കാണാൻ പോലല്ലേ. അപ്പോൾ ഗ്ലാസ് ഒന്നും വയ്ക്കില്ല കേട്ടാ ഗൈസ്. എൻ്റെ തൊണ്ടവേദന ഇത്തിരി കൂടി തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 പാർട്ട് 2 അല്ല, ഞാൻ അത് എഡിറ്റ് ചെയ്ത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്ത് എൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടോളാം. സോ ഇപ്പം എന്തായാലും ഇതുവരെ ചേർത്താണ്. ഇനി അടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മളെന്തായാലും ഇനി എടുക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ എടുക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എഡിറ്റ് ചെയ്യണം. ഓക്കെ. അയ്യോ, അപ്പോൾ അങ്ങനെ ഒരു നീണ്ട ഒരു സമയത്തിന് ശേഷം നമ്മുടെ കേജ് സെറ്റായിട്ടുണ്ട്. അവിടെ ഒരു ഗ്യാപ്പ് വന്നു കേട്ടോ. നമ്മുടെ കേജൊക്കെ കൂടെ സെറ്റായി. ഇനി നമുക്ക് ഇതിലോട്ട് ടീറക്സിനെ മാത്രം ഇട്ടാൽ മതി. ഫുൾ ആർമറൊക്കെ തന്നെ ഇട്ടിക്കുക. കാരണം എങ്ങനെ സർവൈവ് മോഡോട് ചെറിയ സ്വിച്ചായി പോയി കഴിഞ്ഞാലേ ജീവൻ വേണം. ഓക്കെ, നമുക്ക് ഇനി ടീറക്സിനെ തപ്പണമല്ലോ കൊണ്ടുവരും. സ്പൈന് വേണത് ഗാലിമൈമസ്, മോസോസോറസ്, ടൈലോറോസോറസ്, ടീറക്സ്, തൈറാനോസോറസ്. ഗാലിമൈമസ് സ്പോണാവാൻ നോക്കട്ടെ. സ്പോണാകത്തില്ല. അപ്പോൾ നമുക്കിതൊരു ടീറക്സിനെ സ്പോൺ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടീറക്സ്. കുഴപ്പമില്ലല്ലേ. കുഴപ്പമില്ല, ഇത്തിരി വണ്ണം കൂടുതലാണെന്നേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ അടുത്തുള്ളൂ. ടാറ്റ, ബൈ ബൈ.